ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസല്ലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ച രോഗിക്കായി സ്തോത്രം. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് എൻ്റെ മോൻ നദനയിൽ ഉൾപ്പെടെ ചിലരോട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഇവിടെ ഒരു 4 റൂമിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നമ്മൾ ഔദ്യോഗികമായി ക്രമീകരിച്ചിരിക്കുന്ന ആക്ടിവിറ്റീസ്. പക്ഷേ ഇതിനകത്ത് നടക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ ബാക്കിയാണ് പുറത്ത് മറ്റ് പല റൂമുകളിലും നടക്കുന്നത്. അതുണ്ടായിട്ട് ഇതില്ലാതെ വരത്തില്ല, തിരിച്ചേ വരും. അത് ചിലപ്പോൾ ഇല്ലാതെ വന്നേക്കാം, ചിലപ്പോൾ ഇത് പക്ഷെ എന്നാലും ഇല്ലാതെ വരത്തില്ല. ഇതുണ്ടായാലേ അത് ഉണ്ടാകൂ. എല്ലാവർക്കും നല്ല ബോധ്യമാണ്. ഇതുണ്ടായാലേ അതുണ്ടാകും. നമ്മുടെ പ്രൈമറി എയിം, നമ്മുടെ പ്രാഥമികമായ ലക്ഷ്യം, നമ്മുടെ പ്രാഥമികമായ ബന്ധം, ഇതെല്ലാം ഇവിടെയാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു സഭയിൽ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അന്ന് ഞാനും പെട്ടെന്നാണ് അതിന് തീരുമാനിച്ചത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ആ ദൈവദാസനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. ആ കാര്യം അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ട് പോയത്. ഒരു തയ്യാറെടുപ്പുമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ സംസാരിച്ച ബെഥസ്ദ കുളത്തെക്കുറിച്ചാണ് ഞാൻ അവിടെ സംസാരിച്ചത്. പക്ഷെ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വ്യത്യസ്തമായ ഒരു ചിന്ത, അതൊരു പുതിയൊരു വിഷയത്തിലേക്ക്, ഒരു മെസ്സേജിലേക്കും പോകുന്നില്ല. ഇന്ന് 2-3 വ്യത്യസ്തമായ കാര്യങ്ങൾ എൻ്റെ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഗതി മാത്രം ഞാൻ ഒന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അവസാനം നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്. ആ കുളം അന്നത്തോടെ പൂട്ടി എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. എനിക്ക് ദൈവം തന്ന മറ്റൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, അന്ന് വരെ അവിടെ ആരുണ്ടായിരുന്നു രോഗം നിയന്ത്രിക്കാൻ, രോഗസൗഖ്യം നിയന്ത്രിക്കാൻ? ഒരു ദൂതനുണ്ടായിരുന്നു. ഈ ദൂതന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൂതൻ വന്നാ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. വിളിച്ചാൽ കേൾക്കുമോ? ഇല്ല. ദൂതന് ഇഷ്ടമുള്ളപ്പോ വരാം. അടുത്തതോ, ഇത് കഴിഞ്ഞ് ചെല്ലുന്ന എങ്ങോട്ടാ? എപ്പോ ചെന്നാലും സൗഖ്യം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക്. ആദ്യത്തെ ദൂതൻ ആരെ പ്രതിനിധീകരിക്കുന്നു? പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെ പ്രതിനിധീകരിക്കുന്നു. പൗരോഹിത്യത്തിന്റെ ഇഷ്ടത്തിനാ കാര്യങ്ങൾ പോകുന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്തിനല്ല. മനസ്സിലായ എന്താ നടക്കുന്നെന്നുള്ളത് ഒരു ചെറിയ സംഭവത്തിലൂടെ ചിത്രീകരിച്ചു വെച്ചേക്കുക. എനിക്കത് വളരെ സന്തോഷമായെന്ന് തോന്നി. അവിടെ പറഞ്ഞവർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. എപ്പോഴും ദൈവത്തിന് സ്വാഗതം. ഞാൻ മറ്റൊരു വസ്തുത ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആനുകാലികമായിട്ടുള്ളൊരു വസ്തുവായിട്ട് അതിന് ബന്ധമുണ്ട്. ഈ ബിഗ് ബോക്സ് നിങ്ങൾ ചിലരൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ പറയരുത് കാണുന്നുണ്ടെന്ന്. ഞാനിത് പാപമാണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്തു. ഞാൻ ഇതുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് സഭയുടെ നിലപാട് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു സയൻസ്, എൻ്റെ ചിന്തയിലുള്ള ഒരു സയൻസ് ഞാനൊന്ന് പറയാം. അതിനായിട്ട് ഞാനൊരു രംഗം നിങ്ങളുടെ ചിത്രത്തിലേക്ക്, നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. 2 പുരുഷന്മാരാണ്. ഇവരിൽ ഒരാളെ ആ സന്ദർഭത്തിന് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് സാങ്കല്പികമായിട്ട് നിങ്ങൾ അവിടത്തേക്ക് ഒന്ന് എത്തുക. ഇതിൽ ഒരാളെ അവരൽപ്പം ശാരീരികമായ സന്തോഷമൊക്കെ അനുഭവിക്കുന്ന രംഗത്താണെന്ന് വെച്ചു.
അതിലൊരാളെ മറ്റേയാൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറ്റിയതിനു ശേഷം അവിടെ ഒരു സ്ത്രീയെ കൊണ്ടുവരാൻ പോവുക. ഈ സ്ത്രീയുടെ ശബ്ദം മറ്റേ ആളുടെ അതേ ശബ്ദം. അവിടെ രണ്ട് തവണ ഉണ്ടായിരുന്ന ആളിന് എന്തെങ്കിലും പ്രതികരണത്തിൽ വ്യത്യാസം ഉണ്ടാവുമോ? അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കെമിസ്ട്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. കാര്യം ആൾ അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഇത് അറിഞ്ഞിട്ടില്ല. ഇതിന്റെ വസ്തുത നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ ആൾമാറ്റം ഈ ആൾ അറിയുന്നത് വരെ ആ മറ്റേ ആൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ശരീരവും മനസ്സും ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷനും കൂടെ ചേർന്നിട്ടുള്ളൊരു സംവിധാനമാണ് ഈ കാര്യത്തിൽ അവസാന തീരുമാനമെടുത്ത് ശരീരത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് നമ്മുടെ ശരീരത്തെ, ആരോഗ്യമുള്ള ശരീരത്തെ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു നിയന്ത്രണമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും, അതിന് മാറ്റം വരുത്താൻ പറ്റും. അതിന് വ്യക്തമായ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഒരു അറേബ്യൻ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അമേരിക്കയില് വളരെ പരിഷ്കാരമുള്ള ജനം കൂടുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ല എപ്പോഴും. എന്നാൽ തിരിച്ചാണെങ്കിലോ പറ്റും. നഗ്നരായിട്ട് വനവാസം ചെയ്യുന്ന മനുഷ്യർക്കാണെങ്കിലും അമേരിക്കയിലോട്ട് പോയാൽ അവർക്കൊരു പ്രയാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ചില കാര്യങ്ങളും എല്ലാം ചേർന്ന് നിയന്ത്രിക്കുന്ന ഒരു വസ്തുതയാണ്. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ ലോകം പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സാധനം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സംഗതി അല്ലെന്നാണ് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. എനിക്കറിയാം എല്ലാവർക്കും ഈ ആശയം പെട്ടെന്ന് മനസ്സിലായി കാണത്തില്ലെന്നറിയാം. മനസ്സിലാകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും എന്നോട് സംസാരിച്ചു, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കാര്യം അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സയൻസ് പ്രകാരം ഇത് ശരീരത്തിൽ ആർക്കും ഫിറ്റ് ചെയ്ത് വിടുന്നതല്ല. ലോകത്തിലെ ഉദാഹരണങ്ങൾ തന്നെ എടുത്താൽ മതി. ഈ അടുത്ത സമയത്ത് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു സ്ത്രീ ബൈസെക്ഷൽ ആണെന്ന് സ്വയം ഡിക്ലെയർ ചെയ്ത് 23 കണ്ട 2 വർഷം കണ്ട. അത് അവർ തിരിച്ചറിഞ്ഞത് അതിനടുത്ത സമയത്തും കണ്ട, ഈ 19 20 ആ സമയത്തും കണ്ട അവർ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് അതിലും വിശേഷമാണ്. ഇനി സഭയുടെ ഇതിനോടുള്ള നിലപാട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ലോകത്തുണ്ട്, ഇന്നൊന്നും അല്ല തുടങ്ങിയത്, പുതിയ സംഭവമൊന്നുമല്ല, പണ്ട് മുതലേ ഉണ്ട്. കാര്യം യേശുക്രിസ്തുവിന് മുമ്പ് ഉള്ള ചരിത്രങ്ങൾ തീർച്ചയായിട്ടും ഇത് പറയുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തു പാപത്തെ വെറുത്തു പാപിയെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ നമ്മുടെ നിലപാട്. ഇതിൽ ഏതൊരാളും നമ്മുടെ സമൂഹത്തിൽ വന്നാൽ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. അവരിവിടെ നമ്മുടെ കൂടെ ഇരിക്കും, ദൈവവചനം കേൾക്കും. അവരുടെ നിലപാട് നമ്മുടെ നിലപാടല്ല. നമ്മൾ ഒരാളും അവരോട് കൂടെ ചേരുന്നുമില്ല. നമ്മുടെ നിലപാട് എപ്പോഴും നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാര്യം ദൈവം സൃഷ്ടിച്ച ടെമ്പിളാണ്. ദൈവം സൃഷ്ടിച്ച ഒരു സിംഗിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ. ആ സിംഗിൾ യൂണിറ്റ്, സിംഗിൾ ആവുന്ന റിലേഷൻഷിപ്പാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. നാച്ചുറലായിട്ട് അത് ഒരു ശരീരമാകുന്ന പ്രക്രിയ വേറെ ഒരു രീതിയിലും സാധ്യമല്ല എന്നുള്ളതും അതിന്റെ തെളിവാണ്.
ഞാൻ പറയുന്ന ആശയം മനസ്സിലാവുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായി ഒരു ശരീരമാകുന്ന ആ പ്രോസസ്സ് വേറെ ഒരു വിധത്തിലും സാധ്യമല്ല. ഇതാണ് ഈ ടെമ്പിളിന്റെ വിശേഷം. ഇനി എന്തുകൊണ്ടാണ് നമ്മളിത് പാപമാണെന്ന് പറയുന്നത്? ഈ ടെമ്പിൾ ആരുടെ ഇമേജാണ്? നിങ്ങളാരും പുറത്തോട്ട് ഇറങ്ങിയിട്ട്, നമുക്കറിയാം നമ്മളൊരു പ്രതിമയിലൊന്നും വിശ്വസിക്കുന്നവരൊന്നുമല്ല. എന്നിരുന്നാൽ തന്നെയും ഒരു യേശുക്രിസ്തുവിന്റെ പ്രതിമ കണ്ടാൽ നമ്മൾ അതിനകത്ത് ചാണകം കലക്കി തളിക്കാൻ അങ്ങനെ പോവും? പോകത്തില്ല. സാധാരണക്കാർ കാണിക്കുന്ന ഒരു ബഹുമാനം നമ്മൾ അപ്പോഴും അതിനകത്ത് കാണിക്കും. നമുക്കറിയാം ദൈവമല്ലെന്ന് നമ്മൾ അതിനെ വണങ്ങാനും പോകുന്നില്ല. പക്ഷെ ഒരു സാമാന്യ മര്യാദ നമ്മൾ അതിനോട് കാണിച്ചിരിക്കും. ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ഈ പ്രതിമയിൽ നമുക്ക് അത്രയും മാന്യത കാണിക്കാൻ പറ്റത്തില്ലേ? കാണിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അതോ ഇതിനെ അപമാനിക്കുകയാണോ വേണ്ടത്? ഇതിനെ ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിച്ചാൽ, ഇതിന്റെ സ്വഭാവം കൊണ്ട് തന്നെ ദൈവത്തെ അപമാനിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ആ സ്വഭാവത്തെ മാറ്റുമോ അതോ നമ്മൾ ദൈവത്തെ അപമാനിക്കുമോ? നമ്മൾ ആ സ്വഭാവത്തെ മാറ്റാൻ ശ്രമിക്കും. മറിച്ച് ദൈവത്തെ അപമാനിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. എനിക്ക് തോന്നുന്നത് ഏകദേശം ക്ലാരിറ്റി ലഭിച്ചെന്ന് തോന്നുന്നു നമ്മുടെ നിലപാടിനെ കുറിച്ചും നമ്മൾ എന്താണ് ഇതിനെ ചെയ്യേണ്ടത്. ഇനി ഒരു വേദവചനം ഇതിനു വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വായിക്കാം. റോമർ 1:23 മുതൽ ഒരു 3-4 വാക്യങ്ങൾ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. നിങ്ങൾ അതിന്റെ ഒരു ക്രമം മനസ്സിലാക്കണം. ആദ്യം ഹോമോസെക്ച്വാലിറ്റി എന്ന് പറഞ്ഞ സിൻ വന്നതിന് ശേഷം ദൈവം അവരോട് കോപിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അതിന് മുൻപ് തന്നെ അവർ മറ്റൊരു തെറ്റ് ചെയ്തു. എന്താ? ദൈവത്തെ ബഹുമാനിക്കാതിരുന്നു അല്ലെങ്കിൽ അപമാനിക്കുന്ന ഒരു തെറ്റ് ചെയ്തപ്പോഴേക്ക് അവരെ ഈ തെറ്റിനായിട്ട് ദൈവം വിട്ടുകൊടുത്തു. അതാണ് സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ കോപം ഇത് കഴിഞ്ഞിട്ട് വരുന്നു എന്നല്ല. ദൈവത്തിന് അവരോടുള്ള കോപം വന്നതിന് ശേഷം അവരെ ഈ സ്ഥലത്തേക്ക് ദൈവം വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ല? മനസ്സിലാവുന്നുണ്ടോ ആ ഡിഫറൻസ്? സാധാരണ ഒരു തെറ്റ് ചെയ്താൽ ദൈവം കോപിക്കുന്നു, അതാണ് സംഭവിക്കുന്നത്. അല്ല, ഇവിടെ ദൈവം ഇവര് തെറ്റ് ചെയ്തതിന് ശേഷം ദൈവം കോപിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന് അവരോട് ഇഷ്ടക്കേട് തോന്നിയിട്ട് അവരെ ഈ തെറ്റിലേക്കും കൂടെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇത് ആദ്യം സംഭവിക്കുകയും പിന്നീട് ദൈവം അവരോട് ഇഷ്ടക്കേട് ഉണ്ടാകുകയും അല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സോദോമിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും തീർച്ചയായിട്ടും സോദോമിന് സംഭവിച്ചത് ഇത് തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. മനുഷ്യൻ രണ്ടുപേരും ഒരു ശരീരമാകുമെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24 പറഞ്ഞിട്ടുണ്ട്. അത് മത്തായി 19:5 യേശുക്രിസ്തു ആവർത്തിച്ചിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദൈവവചന ഭാഗമാണെന്നാണ് ചുരുക്കം. ദൈവത്തിന് സ്വാതന്ത്ര്യം. പലവിധ പ്രയാസങ്ങളിൽ ഇവിടെ സംസാരിച്ച അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ സാധാരണ ഞാൻ ക്രമീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് ഒരു വാക്ക് പറയണമെന്ന് ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 16:12. നീ അവരോട് സംസാരിച്ചത് നിങ്ങൾ വൈകുന്നേരത്തും അതന്നെ പറഞ്ഞായിട്ടൊരു ബന്ധമില്ലല്ലോ. നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് പറക എന്ന് കൽപ്പിച്ചു. വൈകുന്നേരം കാടുകൾ വന്ന പാളയത്തെ
തൊട്ട് മുമ്പേ ജനം ദൈവത്തോട് പിറുപിറുത്തിട്ട് നിൽക്കുന്ന സമയമാണ്. ആ പിറുപിറുപ്പ് കേട്ട ദൈവം വന്ന് പറഞ്ഞെന്താ? അതെ, അവരോടൊരു പ്രോമിസ് അങ്ങ് കൊടുക്കുക, നിങ്ങൾ ചോദിച്ചത് രണ്ടും കിട്ടും. ഈ ദൈവത്തെങ്കിലും നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. പിറുപിറുത്ത് കഴിയുമ്പോ സ്നേഹത്തോടെ വന്ന് നമ്മൾ ചോദിച്ചത് തരുന്നൊരു ദൈവം. ഇനി പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളിത് പിറുപിറുക്കേണ്ട കാര്യമൊന്നുമില്ല, നേരത്തെ ചോദിച്ചാലും ഞാൻ കിട്ടുമോ, നമുക്ക് ദൈവം തരുമോ. ഞാനതിന് ഈ അടുത്ത സമയത്ത് ഒരാളോട് പറഞ്ഞൊരു എക്സാമ്പിളുണ്ട്. നമ്മളെല്ലാവരും അറിയാവുന്ന ഒരു സംഭവമാണ്, വേദപുസ്തകത്തിൽ 3 തവണ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത, ഹിസ്കിയ രാജാവിന്റെ കാര്യം. അദ്ദേഹത്തിന് മരിക്കത്തക്ക രോഗം പിടിച്ചു, അല്ലേ? അദ്ദേഹം എന്ത് ചെയ്തു? ആ പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ എന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചെന്ത് ചെയ്തു? ചുവരിനോട് മുഖം തിരിച്ചു പ്രാർത്ഥിച്ചു. എന്റെ ചിന്താഗതി, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് ഒരു അല്പ സമയം വേണമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ കിട്ടുമെന്നാണ് എന്റെ വിചാരം. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? കുറെ സംഗതികൾ അവിടെ നിരത്തി. ദൈവത്തിന്റെ മുമ്പിൽ നിരത്താൻ കൊള്ളാകുന്നത് വല്ലതും നിരത്തിയത്. ഇനി നിനക്ക് ലോജിക്കലി അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു വാക്യം പറയാം. നമ്മുടെ നീതി പ്രവർത്തികൾ കറ വിരണ്ട തുണി. ആ തുണി എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തവർക്ക് വേണമെങ്കിൽ പറയാം. യൂസ്ഡ് മെൻസ്ട്രുവൽ ക്ലോത്ത് എന്നാണ് ശരിയായ ട്രാൻസ്ലേഷൻ. നമ്മുടെ നീതി പ്രവർത്തികൾ ദൈവത്തിന്റെ മുമ്പിൽ കാണാൻ പോകുന്നത് ഇങ്ങനെയാണ്. ലോജിക്കലി വേണമെങ്കിൽ ഞാൻ പറയാം, ഹിസ്കിയാവിനെ മാറ്റിയിട്ട് ഞാൻ നിന്നെ രാജാവാക്കാം, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ 1000 പേരവിടെ ക്യൂ കാണും. സംശയമുണ്ടോ? കാണും. അതുകൊണ്ട് ഹിസ്കിയാവിന് പുകഴാനൊന്നുമില്ല, ഇതവിടെ നിരത്തുകയും വേണ്ടായിരുന്നു. വെറുതെ ചോദിച്ചാൽ മതി, കർത്താവ് കുറച്ച് നാളോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ദൈവം കൊടുക്കുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കാര്യം വേണ്ടാത്തത് നിരത്തിയിട്ടും ദൈവം എന്തോ ചെയ്തു? കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ. കാര്യം അവിടെ കാണാൻ കൊള്ളരുതാത്ത സാധനം ഇദ്ദേഹം നിരത്തിയിട്ടും ദൈവം എന്തോ ചെയ്തു? 15 വർഷം കൊടുത്തു. അപ്പൊ ഇത് നിരത്താതിരുന്നെങ്കിൽ ചിലപ്പോൾ 5 കൂടെ കിട്ടിയാണ് എന്നാ ഞാൻ പറയാം. ദൈവത്തിന് സ്വാഗതം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കണം. കാരണം നമുക്ക് മറ്റുള്ളവരെ ഓർത്ത് ദുഃഖം തോന്നാറുണ്ട്. ചില സമയത്ത് നമുക്ക് തന്നെ ഒരു ദൈവനീതി തോന്നാത്ത വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് വളരെ സ്നേഹിച്ച് നമുക്ക് അടുത്തറിയാവുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു കുട്ടിയുണ്ടെന്ന് ഇരിക്കട്ടെ, 10, 16, 20 വയസ്സുള്ള ഒരു കുട്ടി അവർക്കുണ്ട്. ആ കുട്ടിയെ നമുക്കറിയാം വളരെ ഭക്തനായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടി. ഈ കുട്ടിക്ക് പെട്ടെന്നൊരു അത്യാഹിതം സംഭവിച്ചു, ഈ ലോകത്ത് നിന്ന് വേർപെട്ടു. നമുക്കൊരു ഉത്തരവില്ല. നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, ദൈവം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇവർക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അവരെന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവരെ ചെയ്താൽ പോരായിരുന്നു, നീ എന്തുകൊണ്ട് ഈ കുട്ടിയോ ചെയ്തു എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവം നീതിമാനാണ്. അത് ഇന്നല്ല, ആദാം മുതൽ ഇനി അവസാനത്തെ മനുഷ്യൻ ആരാണോ ആ വ്യക്തി വരെയും നമ്മുടെ ദൈവം എന്താണ്? നീതിമാനാണ്. സകല മനുഷ്യർക്കും നമ്മുടെ ദൈവം നീതിമാനാണ്, ആയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവം എന്നെ സ്നേഹിക്കുന്നു. മറ്റ് ലോകത്തുള്ള ഒരാളും സ്നേഹിക്കുന്നത് പോലെയല്ല, അതിലെല്ലാം നന്നായിട്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ ക്ലെയിം ബാക്കി എല്ലാവർക്കും ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കണം. മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് ക്ലെയിമിന്റെ ആവശ്യം എന്ന് പറയാം? ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു വിഷയം പറഞ്ഞു. ഞാൻ കാണുമ്പോൾ എല്ലാം വളരെ മാന്യനാണ്, നീതിമാനാണ്, നല്ലവനാണ്. ജുബിൻ നോക്കുമ്പോൾ പ്രാർത്ഥിച്ച സംഗതി കിട്ടണം, ജുബിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
പക്ഷെ യുവിന് പിന്നെ സംശയം, ദൈവമേ അത് ചെയ്യാൻ ഞാൻ മോശമായി, അവനത് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. ജുബിൻ മറന്നു പോകുന്നത് ജുബിനെ ദൈവം സ്നേഹിക്കുന്നത് പോലെ തന്നെ ദൈവം എന്നെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ബോധ്യം നമുക്ക് വരുമ്പോൾ നമ്മളുടെ കടമകൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. ഇത് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നമ്മുടെ കൂട്ടു സഹോദരന്റെ ഒരു പ്രയാസം നമ്മളോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ള പ്രാർത്ഥന തന്നെ വേദപുസ്തകം ആവർത്തിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ നമ്മൾ ആ പ്രാർത്ഥന കഴിക്കുകയും ചെയ്യും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വ്യാകുലം അതിനെക്കുറിച്ച് ഇല്ല. എന്തുകൊണ്ടെന്നാൽ എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ ദൈവം അവനെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനോട് നീതിയായിട്ട് ചെയ്യുന്ന നീതിമാനായ ദൈവമാണിത്. നീതിയായിട്ടുള്ളതേ ദൈവം ചെയ്യൂ. ഇനി റോമാലേഖനം പറഞ്ഞൊരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളുന്നു. ഇതറിയുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഒരു സങ്കടപ്പെടേണ്ട ഒരു കാര്യം ഉണ്ടാവുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഉറപ്പാക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്നവർ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ. നിർണയപ്രകാരമുള്ള വിളി അത് എല്ലാവർക്കും ഉണ്ട്. ഇനി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ബാക്കിയുള്ള ഓർത്തണം, എന്ന് നാം അറിയുന്നു. ഇത്രയും ഓർത്തിരിക്കണം. എല്ലാവരും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന കഴിയുമ്പോൾ തീരും. അതുകൊണ്ടായ പ്രശ്നം, നമ്മൾ അറിയുന്നില്ല എന്ന് നാം അറിയുന്നു. അപ്പോൾ നമുക്ക് ദൈവം എന്ത് വഴി, ഏത് വഴിക്ക് മോശമായിട്ട് ആരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചാലും അത് നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും. അതിന്റെ വേദപുസ്തകത്തിൽ ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഒരു വിഷയത്തിലേക്ക് പോകും. അടുത്തൊരു വിഷയത്തോടെ തീരുമുണ്ട്, ഒത്തിരി വിഷയങ്ങളൊന്നുമില്ല. അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിലേക്ക് അവസാനമായിട്ട് തന്റെ മിഷണറി യാത്രകളെല്ലാം തികച്ചതിന് ശേഷം, 3 മിഷണറി യാത്രകൾ കഴിഞ്ഞതിന് ശേഷം യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നമുക്കറിയാം. ഓരോ സഭയിലും പറഞ്ഞു പോച്ചെന്ന് പറയുന്നുണ്ട്, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, അവിടെ എനിക്ക് ഒത്തിരി കഷ്ടങ്ങളുണ്ട്. ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞു, നിന്നെ ഈ അദ്ദേഹത്തിന്റെ ഉടുപ്പൊക്കെ ഊരിച്ച് പറഞ്ഞു, ആ ഉടുപ്പ് ഒന്ന് കൈ കൊണ്ട് കെട്ടിയിട്ട് പറഞ്ഞു, നിന്നെ ഇതുപോലെ കെട്ടി കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും ആര് പോയിക്കൊണ്ടിരിക്കുക? പൗലോസ് യെരുശലേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ പോകരുതെന്ന് ദൈവാത്മാവ് പറഞ്ഞില്ല, പോകണമെന്നും പറഞ്ഞില്ല. നിന്നെ അവിടെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു പൗലോസ് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. 2 വാദങ്ങളുണ്ട്. പൗലോസ് പോകരുതായിരുന്നു എന്ന് പറയുന്ന ഒരു വാദവും ഉണ്ട് പണ്ഡിതന്മാരുടെ. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഒരു വിഷയമാണ്. പൗലോസ് പോയി, പിടിച്ചു കെട്ടി. പക്ഷെ ആ യാത്രയ്ക്കിടയിൽ അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചോ? ഇല്ല. കാരാഗ്രഹത്തിൽ ഇരുന്ന് പുസ്തകങ്ങൾ എഴുതി നമ്മൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. കാരാഗ്രഹവാസം എന്ന് നമ്മൾ പറയുമ്പം അദ്ദേഹം പുറത്ത് വീട് വാടകയ്ക്ക് എടുത്ത് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കും. അകമ്പടി പട്ടാളം കാവൽ നിൽക്കേണ്ടയാള് ഇവർക്ക് ഇദ്ദേഹത്തിന് സേവക്കാരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ദേശാധിപതി അവന്റെ അടുത്ത് പണം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. കാരണം കുറ്റവാളിയുടെ കൈക്കൂലിയൊന്നും അല്ല, അല്ലാതെ ചുമ്മാ പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒത്തിരി പണവുമായിട്ട് യെരുശലേമിലേക്ക് പോയതെന്ന് എല്ലാവർക്കും അറിയാം. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യം, നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കും. പൗലോസിനെ എവിടെ ഒതുക്കാൻ ശ്രമിച്ചാലും അവിടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി കപ്പലിനകത്ത് മുക്കിക്കൊല്ലാൻ ശ്രമിച്ചാലോ അതിനകത്തുള്ള മുഴുവൻ പേരെയും കൊണ്ട് അവൻ പൊങ്ങും. സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പൗലോസിനെയൊക്കെ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. എന്ന് പറഞ്ഞാൽ കൂടെയുള്ളത് മുഴുവൻ ഒരു ദേശത്ത് ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുന്ന കൊടും കുറ്റവാളികൾ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അവരെ മുഴുവൻ നിനക്ക് തരാം. നമ്മളതിനെ മനസ്സുകൊണ്ട് ആദ്യമേ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു ജനം അല്ല. നമുക്ക് ബോധ്യമല്ലാത്തൊരു കാര്യം, എല്ലാവരുടെയും പാപം ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുപോലെ. നമ്മളവിടെ ഗ്രേഡൊക്കെ തീരുമാനിക്കുന്നു. കാര്യം
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഇതെല്ലാം ക്ഷമിക്കപ്പെടും. അതിൽ ക്ഷമിക്കപ്പെടാത്ത ഒരു പാപവും ആർക്കുമില്ല, ഒരു സംശയവും വേണ്ട. എത്ര വലിയ പാപമായാലും അത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുമ്പാകെ കഴുകി വെടിപ്പാം. അതുകൊണ്ട് തന്നെ ഇവൻ വലിയ പാപി, അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഇവൻ ചെറിയ പാപി, അവന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊരു ലക്ഷ്യം നമുക്കില്ല. കഴിഞ്ഞ ദിവസവും അല്പം രാഷ്ട്രീയക്കാർ പരസ്യമായിട്ടിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ക്രിസ്തീയ രാഷ്ട്രം സ്ഥാപിക്കാനാണ് താല്പര്യം എന്ന്. അതിനുള്ള ചില നടപടികളൊക്കെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ശത്രുത ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ ലക്ഷ്യം. ഞാനും അതിന്റെ താഴെ ഒരു വരി എഴുതി, രാഷ്ട്രമൊന്നും നമുക്ക് വേണ്ട, പക്ഷെ ഈ രാഷ്ട്രത്തിലുള്ള മുഴുവതിനെയും ഞങ്ങൾ നേടുമെന്നാണ്. നമുക്ക് ഒരു രാഷ്ട്രം ഇവിടെ വേണ്ട. കാര്യം യേശുക്രിസ്തു രാഷ്ട്രം സ്ഥാപിക്കാനാണെങ്കിൽ നമ്മളെ രാജാവ് വന്നപ്പോൾ സ്ഥാപിച്ചേച്ച് പോയതിന് രാജാവേ പറഞ്ഞു ഇവിടെ നമുക്ക് രാഷ്ട്രമൊന്നും ഇല്ല, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടാ പോയത്. ആണെങ്കിൽ ചെയ്യുമായിരുന്നു എന്നാ പറഞ്ഞത്, കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. കഴിവില്ലാത്തത് കൊണ്ടോ അതിനുള്ള സൈന്യം ഇല്ലാത്തത് കൊണ്ടോ വിട്ടുകൊടുത്തേച്ച് പോയതൊന്നുമല്ല, ഇത് വേണ്ടാത്തത് കൊണ്ട് പോയത്. ദൈവത്തിന് സ്വാഗതം. ഞാൻ നമ്മളുടെ പ്രചോദനത്തിനായി ഒരു വാക്യം കൂടെ വായിച്ച അവസാനം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ ചെയ്യുന്നു ഇതിലുള്ളതുമാകുന്ന മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് മതി. പരമവിളി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു വിളിയില്ല. അതാണ് പരമവിളി. ലാക്ക് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ ലാക്കാണ്. ഇതിനെ ഉപയോഗിച്ചേക്കുന്നത് ഓട്ടക്കളത്തോടാണ്. പൗലോസ് പലതവണ ഓട്ടക്കളത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഓട്ടക്കാരും പട്ടാളക്കാരും പൗലോസിനെ ഒത്തിരി സ്വാധീനിച്ച വ്യക്തികളാണ്. അതിന് കാരണം പൗലോസ് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഇത് രണ്ടുമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇസ്മിയൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിന് തുല്യമായ ഒരു ഗെയിംസ് നടക്കുന്ന വേദിക്ക് അടുത്ത് ആണ് പലപ്പോഴും പൗലോസ് തന്റെ ശുശ്രൂഷകൾ നടത്തിയിട്ടുള്ളത്. രണ്ടാമത് പൗലോസിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നത് പട്ടാളക്കാരെയാണ്, അല്ലെ? ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ കൂടുതലും ഉപമിക്കാൻ ഉപയോഗിച്ചേക്കുന്നത്. ഇനി മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്. അതിന്റെ ഉദാഹരണം ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അതിന്റെ ഒരു ഓർമ്മ. ചിലർക്ക് വാർത്തയെങ്കിലും വായിച്ചുള്ള ഓർമ്മ കാണും. ഒളിമ്പിക്സിൽ PT ഉഷ മത്സരിച്ച ഒരു 400 ഹർഡിൽസിൽ മത്സരിച്ചു, 4-ാം സ്ഥാനത്തേക്ക് വന്നു. അന്ന് മത്സരം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിനിഷിംഗ് പോയിന്റിൽ അവർ മുമ്പോട്ടൊന്ന് ആഞ്ഞിരുന്നെങ്കിൽ മെഡൽ കിട്ടുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു. അന്ന് വരെ നമ്മുടെ നാട്ടില് കോച്ചിങ്ങൊക്കെന്ന് പറഞ്ഞാൽ ശരി, ഇതറിയത്തില്ല. പക്ഷെ മറ്റു നാട്ടിലുള്ളവർക്ക് അറിയാമായിരുന്നു. നമ്മൾ ഇത്രയും കീനായിരിക്കണം, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പുറകോട്ടുള്ളത് നോക്കരുത്, പക്ഷെ സൈഡിലുള്ളത് നോക്കണം. ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോ മുമ്പിലേക്ക് ഒന്ന് ആയണം. ചിലപ്പോ ഇത്രയും കൃത്യതയോടെ നമ്മൾ പോകുമ്പോഴേ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തും. നമ്മൾ ഈ ഓട്ടത്തെ പരിഗണിക്കുമ്പോൾ നമ്മുടെ കൂടെ വേറെ ആരുമല്ല, നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു ശത്രു നമ്മുടെ കൂടെ ഉണ്ട്. അവൻ പരാജയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഉദാഹരണത്തിന് സിജോയുടെ ലക്ഷ്യം ദൈവം വെച്ചേക്കുന്നത് എന്റെ ആത്മാവിനെ നേടുക എന്നുള്ളതാണ്. സിജോയുടെ അടുത്ത് ദൈവം സംസാരിക്കുമ്പോഴെല്ലാം സിജോ ഇതിങ്ങനെ ഉഴപ്പി വിട്ട് ഞാൻ 64 അല്ലെങ്കിൽ 68 എന്റെ മയ്യത്തെടുത്ത്. സിജോ അത് കഴിയുമ്പോൾ അനുതാപത്തോടും കണ്ണുനീരോടും കൂടെ സാക്ഷ്യവും പറഞ്ഞ് രക്ഷയും പ്രാപിച്ച് ആത്മാഭിഷേകവും പ്രാപിച്ച് വരിക. ലക്ഷ്യം നേടിയോ? ലക്ഷ്യം ആര് നേടി? ലക്ഷ്യം മറ്റേ നേടി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാ പറഞ്ഞ് നമ്മളെ വിളിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ആഞ്ഞുകൊണ്ടേയിരിക്കണം. ഏത് സമയത്താണ് നമ്മൾ ആ ലക്ഷ്യം പ്രാപിക്കുന്നതെന്ന് അറിയത്തില്ല. വളരെ
വളരെ ശുഷ്കാന്തിയോടെ നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്കിതിലെത്താൻ പറ്റും. നമ്മൾ വായിച്ചത് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനം തുടങ്ങിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞുതരാൻ പെട്ടെന്ന്. പൗലോസ് മാസിഡോണിയയിൽ ചെന്നപ്പോഴത്തേക്ക് 3 പേരുടെ മാനസാന്തരം അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഒറ്റ അധ്യായത്തിൽ. വായിക്കണ്ട. അപ്പോസ്തലപ്രവൃത്തി 16 രക്താംബരം വിൽക്കുന്നവള് വചനം കേട്ട് മാനസാന്തരപ്പെട്ടു. യൂറോപ്പിൽ ആദ്യത്തെ കൺവേർട്ടായിട്ടാണ് വേദവസം പറയുന്നത്. അത് കഴിഞ്ഞ് ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന ഒരു സ്ത്രീ, അവര് മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ അവരെ ഭൂതം പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരുടെ പുസ്തകങ്ങൾ കൊണ്ടിട്ട് കത്തിച്ചെന്നാ പറഞ്ഞത്. കാര്യം ആ പ്രദേശത്ത് ഇതിന്റെ അസുഖം ഒത്തിരി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതത്ര എളുപ്പമാണ്? അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് ഞാനിങ്ങനെ ഒരു സങ്കല്പം പറയാം. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലോ ഉത്തർപ്രദേശിലോ കാണാം ഈ മഹാഭാരതം കൊണ്ട് കൂട്ടിയിട്ട് കത്തിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പൗലോസിന്റെ ശുശ്രൂഷ നടന്ന സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇതുപോലെ ഇതാന്നുള്ളവർ പറഞ്ഞ് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്ന്. ഇതുപോലെ കീഴ്മേൽ മറിച്ച് തുടങ്ങിയ സഭയായിരുന്നു. തൊട്ടടുത്തത് കാലാഗ്രഹ പ്രമാണി. വെറുതെ ആണോ? നമുക്കറിയാം ആ സംഭവം അല്ലേ? സ്വന്തം ജീവൻ എടുക്കാൻ വേണ്ടി കത്തിയെടുത്ത് നിന്നവൻ. ഒറ്റ അധ്യായത്തിലാണ് ഈ 3 കാര്യങ്ങൾ പറയുന്നത്. ലോകത്തിന്റെ 3 വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, 3 ജാതികൾ എന്നാണ് പറഞ്ഞാൽ 3 വംശങ്ങളിലുള്ളവരെന്നാണ് അതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ജാതിയും ഇതിനകത്തില്ല. ഒറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യൻ എന്ന് പറഞ്ഞ ഒറ്റ ജാതി. ദൈവത്തിന്റെ മുമ്പിൽ ഗ്രീക്കോ എബ്രായനോ ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല. ഇത് മുഴുവൻ തിരിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. ഇത്ര ശക്തമായിട്ട് തുടങ്ങിയ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞ പൗലോസ് അടുത്ത യാത്രയിൽ എത്തുമ്പോഴത്തേക്ക് പറഞ്ഞ വാക്ക് 18-19 വാക്യങ്ങളൊന്ന് വായിച്ചു. ഞാൻ അതോടെ അവസാനിപ്പിക്കാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമുക്ക് ആദ്യത്തെ ഭാഗം വായിക്കാൻ ചെറിയ പ്രയാസം കാണും. എന്ന് പറഞ്ഞാൽ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു, അവരെ കുറിച്ചാണ് പറയുന്നത്, അവരുടെ സ്വഭാവത്തെ കുറിച്ച്. ആ സ്വഭാവങ്ങളിൽ ലാസ്റ്റ് പാർട്ടിൽ നിന്ന് മേളിലോട്ട് ചിന്തിച്ചാൽ ഇച്ചിരി എളുപ്പമായിരിക്കും നമുക്ക്. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഒരു ദിവസത്തിൽ എത്ര സമയം ഭൂമിയിലുള്ളത് ചിന്തിക്കാത്ത സമയമാണ്? ഞാൻ മറ്റേ ചോദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം ഇപ്പൊ തന്നെ എവിടെ എത്തി? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് എത്തി. ഇനി ലജ്ജയായതിൽ മാനം തോന്നും. നമുക്ക് നമ്മൾ അതിനകത്ത് ഇല്ലെന്ന് നമ്മുടെ പറച്ചിൽ. നേരത്തെ പറഞ്ഞ ഹിസ്കിയാവിന്റെ കാര്യം ഒന്ന് എടുത്തു. പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ തോന്നാറില്ലേ, കർത്താവ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് സ്വതന്ത്രാഴ്ച കൊടുക്കുന്നുണ്ട്, ഞാൻ മിക്കവാറും യോഗത്തിനൊക്കെ പോകുന്നുണ്ട്, മറ്റ് പലരും വരാത്ത ബൈബിൾ ക്ലാസ്സിനും ഞാൻ പോകുന്നുണ്ട്, കൊണ്ടുവയ്ക്കുവോ? എന്തുവാ അവിടെ മാനം കെട്ട സാധനം നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുക. അവസാനം പറഞ്ഞ 2 ഐറ്റവും നമുക്ക് ചേർന്ന് വന്നേ. ഈ തൊട്ട് മേളത്തെ ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കത്തില്ല, വേണ്ടെന്ന് വെച്ചോ. എനിക്കും വേണ്ട. അവരുടെ ദൈവം വയറ്, കേബിള്, നമ്മള് കറണ്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇത് ഒത്തിരി ഭയങ്കര പ്രയാസമുള്ളവരുണ്ട് ഇവിടെ. ഒരു നേരത്തെ ഒരു സാധനം വെച്ചിട്ട് താമസിച്ചു കഴിഞ്ഞാൽ പറക്കം തള്ളിയൊക്കെ വീട്ടിൽ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഭയങ്കര അത് അവിടുത്തെ ആ ദൈവത്തിന്റെ പൂജാരിമാരെന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന്റെ സ്വതന്ത്രം ഞാൻ പറഞ്ഞു വന്ന ആശയം വളരെ ശക്തമായിട്ട് ആ ലോകത്തെ വിറപ്പിച്ചാരംഭിച്ച ഒരു ദൈവ സമൂഹത്തിൽ
5 വർഷത്തിനകം ഇത്രയും വലിയൊരു വ്യത്യാസത്തിൽ ദൈവഭക്തനെ ഉപദേശിക്കേണ്ടി വന്നുവെങ്കിൽ നമ്മൾ അതിൻ്റെ മേളിലല്ല. നമ്മൾ ഒത്തിരി ആഞ്ഞാലേ ആ ലക്ഷ്യത്തിലെത്തും. ദൈവത്തിന് സ്വാഗതം. നമ്മൾ പലവിധമായ പ്രയാസങ്ങൾ കേട്ടു. ഇതിലധികം പ്രയാസങ്ങൾ ഇനിയും ഇതിന് പുറത്തുണ്ട്. നമുക്കൊരാശ്വാസം ലഭിച്ചാൽ നമ്മൾ ഇവിടുന്ന് പോകുന്നത്. നമ്മളൊരു പ്രത്യാശയോടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. കാര്യം ഇനിയിപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. ആ ലോകത്തിൽ നമുക്കൊരു സന്തോഷമുണ്ട്. യേശുവിനോടൊത്ത് നമ്മൾ സന്തോഷിക്കും. ഈ പ്രത്യാശയായിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ഈ പ്രത്യാശ ലഭിക്കാത്ത അനേകം ഇതിന് പുറത്തുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം കൂടാ. ദൈവത്തിന് സ്വാഗതം. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കും. 22 പേര് വെടിവെച്ചു പോകുന്നൊരു വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം ചിലരോട് പറഞ്ഞിരുന്നു. ക്രിസ്ത്യാനികളാണ്. മാമോദീസ നടക്കുന്ന സ്ഥലത്ത് കയറി വെടിവെച്ചു പോകുന്നതാണ്. നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വിളിക്കാൻ പറ്റുന്നവരാണ്. ലോകം ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഓർമ്മയാണ്, പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം, നമ്മൾ ഈ രാഷ്ട്രം പണിയാനല്ല, പക്ഷെ ഈ ലോകത്തിലെ ആത്മാക്കളെ നമ്മൾ നേടും എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഇനി ഉണ്ടായിരിക്കണം. നിങ്ങൾ എങ്ങും പോകാൻ പറ്റില്ലെങ്കിൽ പോകണ്ട, പക്ഷെ നിങ്ങളുടെ ആത്മാവിൽ ഒരു പോരാട്ടം നിങ്ങൾ നടത്തിയിരിക്കണം. ദൈവത്തിന് സാർ, പ്രാർത്ഥനയിൽ ഒരു സന്ദർഭത്തിന്റെ ഒരു കാര്യം, ഒരു ദൈവഭക്തൻ പറഞ്ഞ അനുഭവം കൂടെ ഞാൻ പറയാം. ഒരു ഭൂഖണ്ഡത്തിനപ്പുറം അസാധാരണമായ ഒരു സമയത്ത് ഒരു കർത്തൃമേശ നടക്കുമ്പോൾ മറ്റൊരു ഭൂഖണ്ഡത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം 1-2 പേർക്കുണ്ടായി. അവരതിശക്തമായി പ്രാർത്ഥിച്ചു. സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് ഈ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ മൂത്ത മകൻ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അവിടെ വീണ് മരിക്കുക ചെയ്തു. ഇവരെല്ലാം ഭക്തരെ നന്നായിട്ട് ദൈവിക ശുശ്രൂഷകൾ, ദൈവിക വേല ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാണ്. അവർക്ക് ആ സമയത്ത് ഒരു നിലനിൽപ്പിന് ആവശ്യമായ ഒരു പ്രചോദനം ദൈവത്തിൽ നിന്ന് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി മറ്റൊരു ഭൂഖണ്ഡത്തിൽ ഒരാളിനെ ഉദ്യമിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ച ദൈവമാണ്. ദൈവത്തിന് സ്വാഗതം. ഈ ദൈവം എന്നും പ്രവർത്തിക്കുന്നു. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഒരു പ്രാർത്ഥനയ്ക്കുള്ള ചിന്ത പോലും വ്യർത്ഥമല്ല എന്ന് മനസ്സിലാക്കിക്കണം. അതിനകത്ത് ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കിക്കണം. ദൈവം നിങ്ങളെ നമ്മൾ സഹായിക്കും.